ഇപ്പോൾ അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഇസ്ലാമാബാദിൽ ഏതാനും മണിക്കൂറുകളായി തുടർച്ചയായി എയർ അലാം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എയർ റെയ്ഡ് എപ്പോൾ വേണമെങ്കിലും അവിടെ ഉണ്ടായേക്കാം എന്ന മട്ടിൽ ജനങ്ങളോടൊക്കെ വീടുകളിൽ തുടരാൻ പറയുന്നു, സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരാൻ പറയുന്നു. അമേരിക്ക അവരുടെ പൗരന്മാരോട് പറയുന്നു, നിങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക, അസിസ്റ്റൻസ് കിട്ടാതെയും നാട്ടിലേക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരിക, അവിടെ തുടരാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറയുന്നപ്പോൾ വല്ലാത്ത പരിഭ്രാന്തി, അരാജകത്വം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അവിടുത്തെ തലസ്ഥാന നഗരത്തിലെ തന്നെ സാഹചര്യം ഒരു ദിവസം കൊണ്ട് തന്നെ മാറുകയാണ്. ഇസ്ലാമാബാദിൽ നിന്ന് പുതിയ വിവരങ്ങൾ വരുന്നുണ്ടോ അച്യുതൻ? എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഈ അനാവശ്യമായ പ്രകോപനം പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലടക്കം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതും ആ തിരിച്ചടി പാകിസ്ഥാൻ ഉള്ളിൽ ചെന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ നിരവധി ഈ വ്യോമ പ്രതിരോധ റഡാറുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളും ലക്ഷ്യമിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ ആക്രമണത്തിലാണ് ഈ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു കാരണമായി പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുന്നത്, ഇന്നലെ രാത്രി 15 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താനായി മുതിർന്നത്. അതിന് കൃത്യമായ മറുപടി ഇന്നലെ രാത്രി, അതായത് ആ മിസൈലുകൾ നിലം തൊടുന്നതിന് മുൻപ് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് നിർവീര്യമാക്കി എന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തൊട്ടു പിന്നാലെ ഇന്ത്യ ഇതിന് തക്കതായ മറുപടി നൽകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോൺ ആക്രമണം ഇപ്പോൾ നടത്തിയത്. അത് സാധാരണ ജനങ്ങൾ വസിക്കുന്ന ഇടങ്ങളിലല്ല, അവിടുത്തെ സൈനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തിയത്. പാകിസ്ഥാൻ ഇപ്പോഴും വേട്ടയാടുന്നത് സാധാരണ ജനങ്ങളെയാണ്. ഇന്നലെ നിയന്ത്രണ രേഖയിലടക്കം സാധാരണ ജനങ്ങൾ വസിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഷെൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ 13ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും എല്ലാ തരത്തിലും ഇന്ത്യ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇസ്ലാമാബാദിലടക്കം ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്നുണ്ട്. കറാച്ചി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. സമാനമായ സാഹചര്യം ഇസ്ലാമാബാദ് വിമാനത്താവളത്തിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ നിയന്ത്രണങ്ങൾ പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ വരുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു. മറുവശത്ത് വീണ്ടും പ്രകോപനത്തിന് പാകിസ്ഥാൻ വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തക്കതായ മറുപടി നൽകാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ സൂചനകളും നൽകുന്നു. പഞ്ചാബ് അതിർത്തി, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ ആ മേഖലകളിലെല്ലാം മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഏതെങ്കിലും തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടി നൽകാൻ സേന ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ കരസേനാ മേധാവി അതിനുവേണ്ട എല്ലാ സ്വാതന്ത്ര്യവും സേനകൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സൈനിക നടപടികൾ പുരോഗമിക്കുന്നത്. പാക് പ്രകോപനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇനി രാജ്യം കാത്തു നിൽക്കില്ല. ഒന്നിനു വേണ്ടിയും കൃത്യമായ മറുപടി അതേ നാണയത്തിൽ നൽകിയിരിക്കും. വിജയകുമാർ. യെസ് ദിലീപ്, ഇവിടെ ഇപ്പോഴിതാ S-400 സുദർശന ചക്ര എന്ന ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കരുത്ത് പാകിസ്ഥാൻ ഇന്നലെ രാത്രി പരീക്ഷിച്ചു നോക്കി. അവർ തൊടുത്ത ഒരു മിസൈലും ഒരു ഡ്രോണും ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്ന് മുന്നോട്ട് പോയില്ല. മുഴുവൻ തകർന്ന തരിപ്പണമായി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് നമ്മൾ പലയിടത്തും പഞ്ചാബിലടക്കം അമൃത്സറിലേക്കൊക്കെ തൊടുത്ത മിസൈലിൻ്റെയൊക്കെ ഭാഗങ്ങൾ പലയിടത്തും കണ്ടപ്പോൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെ തൊട്ടാൽ പൊട്ടുന്നതല്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. S-400 സുദർശൻ ചക്ര അത് എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ HQ-9 എന്ന പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അത് ചൈന അവർക്ക് സമ്മാനിച്ചതാണ്. പക്ഷേ അത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ ബലപരീക്ഷണത്തിൽ അത് തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കാണുന്നത് പാകിസ്ഥാനിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും ഡ്രോണുകൾ വരുന്നതാണ്. അപ്പോൾ ആ ഡ്രോണുകൾ പലയിടത്തും വീണ് പൊട്ടി, പലർക്കും പരിക്കേറ്റു. ലാഹോർ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് 3-4 സ്ഫോടനങ്ങളുണ്ടായി. കറാച്ചിയിൽ വൻ സ്ഫോടനമുണ്ടായി. റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിലുണ്ടായി. റാവൽപിണ്ടി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സായ റാവൽപിണ്ടി നഗരത്തിൽ ഒന്നിലധികം ഭാഗത്ത് സ്ഫോടനമുണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ.